ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കൺജങ്ഷനാണ്. കൺജങ്ഷനിലെ പ്രധാനപ്പെട്ട കോറിലേറ്റീവ് കൺജങ്ഷൻ്റെ കുറച്ച് എക്സാമ്പിൾസും അത് ഏത് രീതിയിലാണ് അതിൻ്റെ മീനിങ്ങും വരുന്നത്, സെൻറ്റൻസിൽ എങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പം എപ്പോഴും പറയാറുള്ളത് പോലെ ഇംഗ്ലീഷിൽ ഗ്രാമറിലായാലും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിനായാലും എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ഭാഗം തന്നെയാണ് കൺജങ്ഷൻ എന്ന് പറയുന്നതും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം കൺജങ്ഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കാം. കൺജങ്ഷൻ ഈസ് എ വേർഡ് ദാറ്റ് ജോയിൻസ് വേർഡ്സ്, ഫ്രേസസ് ഓർ ക്ലോസസ് ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിലെ വാക്കുകളെയും അല്ലെങ്കിൽ ഫ്രേസസിനെയോ ക്ലോസസിനോ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ കൺജങ്ഷൻ എന്ന് പറയുന്നത്. കൺജങ്ഷൻ ഒരു വേർഡാവാം അല്ലെങ്കിൽ രണ്ട് വേർഡുകളുടെ ഒരു കോമ്പിനേഷനായിട്ടും കൺജങ്ഷൻസ് കാണാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മെയിനായിട്ട് കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആണ്. കോറിലേറ്റീവ് കൺജങ്ഷനിലെ പ്രധാനപ്പെട്ട കൺജങ്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഐദർ ഓർ. സോ വൺ ഓഫ് ദ ടു ചോയ്സസ്, ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ മറ്റേത് എന്ന് പറയുന്നത്, അതിലേതെങ്കിലും ഒരു ചോയ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐദർ ഓർ എന്നുള്ള കൺജങ്ഷൻ ഉപയോഗിക്കുക. എക്സാമ്പിൾ, ഐദർ യു സ്റ്റഡി നൗ ഓർ യു വിൽ റിഗ്രറ്റ് ലേറ്റർ. ഒന്നെങ്കിൽ നീ ഇപ്പോൾ പഠിക്കുക അല്ലെങ്കിൽ നിനക്ക് പിന്നീട് അതിനോർത്ത് വിഷമിക്കേണ്ടതായിട്ട് വരും. ദെൻ യു ക്യാൻ ഐദർ കോൾ മീ ഓർ സെൻഡ് മെസ്സേജ്. നിനക്ക് ഒന്നെങ്കിൽ എന്നെ വിളിക്കാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. സോ ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ മറ്റേത് എന്ന് പറയുന്നത് പോലെ വൺ ഓഫ് ദ ടു ചോയ്സസ് എന്നുള്ളതാണ് ഐദർ ഓർ എന്നീ കൺജങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അടുത്ത കോറിലേറ്റീവ് കൺജങ്ഷനിലേക്ക് പോവാം. നൈദർ നോർ. നൈദർ നോറിൻ്റെ മീനിങ് പറയുമ്പോൾ ബോത്ത് ആർ നെഗറ്റീവ്. രണ്ടും നെഗറ്റീവ് മീനിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് അതുമല്ല ഇതുമല്ല എന്നുള്ള മലയാളത്തിൽ മീനിങ്. സോ നൈദർ ദ ബസ് നോർ ദ ട്രെയിൻ വാസ് അവൈലബിൾ. ബസ്സും അവൈലബിൾ ആയിരുന്നില്ല, അതുപോലെ തന്നെ ട്രെയിനും അവൈലബിൾ ആയിരുന്നില്ല. ഹീ നോസ് നൈദർ ഫ്രഞ്ച് നോർ ജർമ്മൻ. അവന് ജർമ്മനും അറിയില്ല, അതുപോലെ തന്നെ ഫ്രഞ്ചും അറിയില്ല. നൈദർ നോർ ബോത്ത് ആർ നെഗറ്റീവ്. അതുമല്ല ഇതുമല്ല എന്നുള്ള മീനിങ് ആണ് നൈദർ നോർ. അപ്പോൾ നമുക്ക് കോറിലേറ്റീവ് കൺജങ്ഷനിൽ അടുത്തത് നോക്കാം. നെക്സ്റ്റ് വൺ ഈസ് ബോത്ത് ആൻഡ്. രണ്ട് കാര്യങ്ങളെ ഒരുമിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോത്തും ആൻഡും ഉപയോഗിക്കുന്നത്. ടു തിങ്സ് ടുഗെദർ. ഫോർ എക്സാമ്പിൾ, ഷീ ലൈക്സ് ബോത്ത് സിംഗിങ് ആൻഡ് ഡാൻസിങ്. അവൾക്ക് ഡാൻസിങ്ങും സിംഗിങ്ങും ഇഷ്ടമാണ്. രണ്ട് കാര്യങ്ങളെ കൂട്ടിച്ചേർക്കാനായിട്ട് നമ്മൾ ബോത്തും ആൻഡും അവിടെ യൂസ് ചെയ്യുന്നു. സോ ബോത്ത് ദ ബോയ് ആൻഡ് ദ ഗേൾ വോൺ ദ പ്രൈസസ്. ആ ബോയും ഗേളും പ്രൈസസ് വിൻ ചെയ്തു എന്നുള്ളതാണ്. ഇവിടെയും രണ്ട് കാര്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് ബോത്ത് ആൻഡ് എന്നുള്ള കോറിലേറ്റീവ് കൺജങ്ഷൻ ഉപയോഗിക്കുന്നത്. കോറിലേറ്റീവ് കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് വേർഡ്സ് ഉണ്ടാവും, അത് പരസ്പരം എന്തായിരിക്കും, കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് കോറിലേഷനിലായിരിക്കും. അതുകൊണ്ടാണ് അതിനെ കോറിലേറ്റീവ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. നമുക്കിനി അടുത്ത ഇതിലേക്ക് നോക്കാം. നോട്ട് ഓൺലി ബട്ട് ഓൾസോ. നോട്ട് ഓൺലി ബട്ട് ഓൾസോ നമ്മൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കേട്ടിട്ടുള്ളതാണ്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ ആഡ്സ് എക്സ്ട്രാ എംഫസൈസ് ദ സെക്കൻഡ് പാർട്ട് ഈസ് സർപ്രൈസിങ് ഓർ അഡീഷണൽ. അതായത് നമ്മൾ ഒന്നും കൂടി ഉറപ്പിച്ച് പറയാണ്, അവൻ അതുമാത്രമല്ല ഇതുകൂടെ എന്നുള്ളതാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ എന്താണ്, അത് കുറച്ചും കൂടി സർപ്രൈസിങ് ആയിരിക്കും, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചേർക്കുന്ന ഇൻഫർമേഷൻ ആയിരിക്കും. എക്സാമ്പിൾ, ഹീ ഈസ് നോട്ട് ഓൺലി ടാലൻറ്റഡ് ബട്ട് ഓൾസോ ഹാർഡ് വർക്കിംഗ്. അവൻ ടാലൻറ്റഡ് മാത്രമല്ല, അതുപോലെ തന്നെ ഹാർഡ് വർക്കിംഗ് കൂടിയാണ്. ദ ട്രിപ്പ് വാസ് നോട്ട് ഓൺലി ഫൺ ബട്ട് ഓൾസോ എഡ്യൂക്കേഷണൽ. ആ യാത്ര എൻജോയബിൾ മാത്രമായിരുന്നില്ല, അതുകൂടാതെ അതെന്തായിരുന്നു, എഡ്യൂക്കേഷണലും കൂടി ആയിരുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങളെ നമ്മളവിടെ പറയുന്നുണ്ട്. അതുമാത്രമായിരുന്നില്ല, മറ്റൊന്നുകൂടി, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. സോ നമുക്കിനി അടുത്തതിലേക്ക് നോക്കാം. വെദർ ഓർ. വെദർ ഓർ
shows a choice or doubt between two alternatives. So I don't know whether he will come or not. അതായത് രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഡൗട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെദർ അല്ലെങ്കിൽ ഓർ എന്നുള്ള കോറിലേറ്റീവ് കൺജങ്ഷൻ ഉപയോഗിക്കുക. ഇവിടെ എന്താണ്? ഐ ഡോണ്ട് നോ വെദർ ഹി വിൽ കം ഓർ നോട്ട്. അവൻ വരുമോ ഇല്ലയോ എന്നെനിക്ക് അറിയില്ല. ദെൻ ടെൽ മീ വെദർ യു എഗ്രി ഓർ ഡിസഗ്രി. നീ ഇതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ ഡിസഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ രണ്ട് കാര്യങ്ങളെ ഒരു ഡൗട്ട് ബിറ്റ്വീൻ ടു ആൾട്ടർനേറ്റീവ്സ് എന്നുള്ളതാണ് വെദർ ഓർ എന്ന കോറിലേറ്റീവ് കൺജങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആസ് നമ്മൾ സിമിലി മെറ്റഫർ പോലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓൾറെഡി വരുന്നതാണ്. യൂസ്ഡ് ഫോർ കമ്പാരിസൺ ആണ്. സിമിലിയുടെ ഒരു എക്സാമ്പിളാണല്ലോ ആസ് വെച്ചിട്ടുള്ള കമ്പാരിസൺ. സോ ആസ് എന്നുള്ള കോറിലേറ്റീവ് കൺജങ്ഷനും കമ്പാരിസന് വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ഹീ ഈസ് ആസ് ടോൾ ആസ് ഹിസ് ബ്രദർ. അവൻ്റെ ബ്രദറിൻ്റെ അത്രയും തന്നെ അവനും പൊക്കമുള്ള ആളാണ്. ദെൻ ഷീ ഈസ് ആസ് കൈൻഡ് ആസ് ഹെർ മദർ. അവളുടെ അമ്മയെ പോലെ തന്നെ അവളും വളരെ കൈൻഡായ പേഴ്സണാണ്. അതായത് രണ്ട് കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. രണ്ട് ഈക്വലായ കാര്യങ്ങളെ പറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടി ആസ് എന്നുള്ള കോറിലേറ്റീവ് കൺജങ്ഷൻ ഉപയോഗിക്കുന്നു. സോ നെക്സ്റ്റ് വൺ സോ ദാറ്റ് ഷോസ് റിസൾട്ട് ഓർ എഫക്റ്റ്. സോ ദാറ്റ് എന്നുള്ളത് അതിൻ്റെ റിസൾട്ട്, സംഭവിച്ച എന്തെങ്കിലും കാര്യത്തിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ സംഭവിച്ച കാര്യങ്ങളുടെ എഫക്റ്റ് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സോ ദാറ്റ് എന്നുള്ള കോറിലേറ്റീവ് കൺജങ്ഷൻ ഉപയോഗിക്കുക. എക്സാമ്പിൾ, ഷി വാസ് സോ ടയേർഡ് ദാറ്റ് ഷീ ഫെൽ അസ്ലീപ്. സോ അവൾ വളരെ ടയേർഡ് ആയതുകൊണ്ട് അവൾ എന്തായിപ്പോയി, ഉറങ്ങിപ്പോയി. സോ ഇറ്റ് വാസ് സോ ഹോട്ട് ദാറ്റ് വി സ്റ്റേഡ് ഇൻഡോഴ്സ്. അവിടെ വളരെയധികം ചൂടായതുകൊണ്ട് ഞങ്ങൾ ചെയ്യേണ്ട വന്നു, ഇൻഡോഴ്സിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ട വന്നു. സോ ദാറ്റ് ഷോസ് ദ റിസൾട്ട് ഓർ എഫക്റ്റ്. സോ സച്ച് ദാറ്റ് ഷോസ് റിസൾട്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കോറിലേറ്റീവ് കൺജങ്ഷനായ സച്ച് ദാറ്റ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ഇറ്റ് വാസ് സച്ച് എ ഡിഫിക്കൽട്ട് ടെസ്റ്റ് ദാറ്റ് മെയ്നി ഫെയിൽഡ്. അത് അത്രയും ഡിഫിക്കൽട്ട് ടാസ്ക് ആയതുകൊണ്ടാണ് കുറേ ആളുകൾ അതിൽ ഫെയിലായത്. ഷീ ഈസ് സച്ച് എ കൈൻഡ് ടീച്ചർ ദാറ്റ് എവ്രി വൺ ലൈക്സ് ഹെർ. അവൾ അത്രയും ഒരു കൈൻഡായ ടീച്ചർ ആയതുകൊണ്ടാണ് എല്ലാവർക്കും അവളെ ഇഷ്ടം. സോ it shows the result. Such that shows the result. So next one, no sooner than. One action happens immediately after another. ഒരു ആക്ഷന് തൊട്ടടുത്ത നിമിഷം തന്നെ അടുത്തൊരു ആക്ഷൻ സംഭവിക്കുന്നു. അതായത് ഒരു കാര്യം നടന്നതിന് തൊട്ടടുത്ത നിമിഷം തന്നെ അടുത്തൊരു കാര്യം നടക്കുന്നു. അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നോ സൂണർ ദാൻ നമ്മൾ ഉപയോഗിക്കുക. എക്സാമ്പിൾ, നോ സൂണർ ഹാഡ് ഹി അറൈവ്ഡ് ദാൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. അവൻ വന്ന പാടെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, മഴ പെയ്യാൻ തുടങ്ങി. സോ നോ സൂണർ ഡിഡ് ദ ബെൽ റിങ് ദാൻ ദ സ്റ്റുഡൻസ് റാൻ ഔട്ട്. ആ ബെല്ല് മുഴങ്ങിയ അതേ സമയത്ത് തന്നെ എന്ത് ചെയ്തു, കുട്ടികൾ പുറത്തേക്ക് ഓടി. രണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് നടന്ന ആക്ഷൻസ് ആണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോറിലേറ്റീവ് കൺജങ്ഷനാണ് നോ സൂണർ ദാൻ. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോറിലേറ്റീവ് കൺജങ്ഷൻ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹാർഡ്ലി വെൻ. സംതിങ് ഹാപ്പൻസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ അനദർ ഇവൻറ്റ്. എക്സാമ്പിൾ, ഹാർഡ്ലി ഹാഡ് ഐ സ്ലെപ്റ്റ് വെൻ ദ അലാറം റാങ്. ഞാൻ ആ അലാറം റിങ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ഹാർഡ്ലി ഹാഡ് ഐ സ്ലെപ്റ്റ്. ദെൻ ഹാർഡ്ലി ഡിഡ് ദ മാച്ച് ബിഗിൻ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. സോ റെയിനിങ് തുടങ്ങിയതിന് ശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മാച്ച് തുടങ്ങിയിട്ടുള്ളത്. സംതിങ് ഹാപ്പൻസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ അനദർ ഇവൻറ്റ്. ഒരു ഈവൻറ്റിന് ശേഷം അടുത്തൊരു ഈവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.